ചാന്ദ്രദൗത്യത്തിൽ നിർണായക നാഴികക്കല്ല് പിന്നിട്ട് ഓറിയോൺ പേടകം കുതിക്കുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് പേടകത്തെ തിരിച്ചുവിടുന്ന ട്രാൻസ്ലൂണർ ഇജക്ഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. പേടകത്തിലെ ഓർബിറ്റൽ മാനുവറിംഗ് മോട്ടോറുകൾ കൃത്യമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഈ ഗതിമാറ്റം സാധ്യമാക്കിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നാസയുടെ നിർണായകമായ ഒരു പദ്ധതി, ദൗത്യത്തിന്റെ ഒരു നിർണായകമായ ഘട്ടം കൂടി ഇപ്പോൾ കടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ഏറ്റവും നിർണായകമായൊരു നീക്കമാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വിക്ഷേപണം നടത്തി ഭൂമിയെ വലം വയ്ക്കുകയായിരുന്ന പേടകം ഇപ്പോൾ കൃത്യമായ പ്രവേഗം ആർജിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ട്രാൻസ്ലൂണാർ ട്രജക്ടറിയിലേക്ക് കടക്കുന്നു. അതായത് ഇനി ചന്ദ്രനിലേക്കുള്ള യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഭൂമിയുടെ ചുറ്റുമുള്ള ഭ്രമണപഥത്തെ മാറ്റി, മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ച് കൃത്യമായി മാറ്റി അതിനെ ട്രാൻസ്ലൂണാർ ട്രജക്ടറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അല്പസമയത്തിൽ, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ ചന്ദ്രൻ്റെ ആകർഷണ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ കൃത്യമായൊരു യാത്ര നടത്തുകയും അതിനുശേഷം ചന്ദ്രനെ ഒരു തവണ വലം വെച്ച് അതേ വേഗതയിൽ തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് വരികയുമാണ് ചെയ്യുക. 10 ദിവസം നീളുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഭൂമിയെ വലം വെച്ചിരുന്ന ഉപഗ്രഹം, അല്ലെങ്കിൽ ഈ പേടകം, ഭൂമിയെ വലം വെച്ചുകൊണ്ടിരുന്ന ഈ പേടകം കൃത്യമായും ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും പൂർണ്ണമായും വേർപ്പെടാനുള്ള നീക്കത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് നാസ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഭൂമിയെ ഈ വലം വെച്ചതിന് ശേഷം, 2 തവണ വലം വെച്ചതിന് ശേഷം 3-ാം തവണ ട്രാൻസ്ലൂണർ ട്രജക്ടറിയിലേക്ക് കടക്കുകയും ലൂണാർ ട്രജക്ടറിയിൽ എത്തിയതിന് ശേഷം ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വരികയുമാണ് ചെയ്യുക. അതിൻ്റെ പ്രാഥമിക ഘട്ടമായ ട്രാൻസ്ലൂണർ ഇഞ്ചക്ഷനാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോടൊക്കെ കൂടിയാണ് ഈ നീക്കം, അല്ലെങ്കിൽ ഭാരതീയ സമയം 5:30 കൂടിയാണ് ഈ ഒരു പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുകയും ചെയ്തത്. യെസ്, വ്യക്തമാണ്. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ആർട്ടിമിസ് ദൗത്യത്തിന്റെ 2-ാം ഘട്ടം, അതിന്റെ ആർട്ടിമിസ് 2-വിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ പാതയിലേക്ക് ഈ ഒരു പേടകം കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഐസൺ ജോസ് പങ്കുവച്ചത്.